ആൾക്കാരെന്നെ നോക്കൂ. ഊട്ടിയിൽ ഇതാ സെക്ടർ തലയിൽ കൂടെ ഇട്ടിട്ട് നടക്കുന്നത് വെയിൽ കാരണം. ഇവരൊക്കെ ആദ്യമായിട്ട് വരാറ്, ഞാൻ ഇതിന് മുന്നിൽ പോയതാണ്. ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഉറക്ക ഇൻട്രോ പറയാനെന്ന് വീട്ടിൽ ഇപ്പോൾ പുലർച്ചെ സമയം ഞങ്ങളൊരു ട്രിപ്പ് പോവാണ്. അപ്പോൾ പോണത് ഊട്ടിക്കാണ് പോണത്. അപ്പോൾ അതിൻ്റെ ബാക്കി വിശേഷങ്ങളൊക്കെ പോണ വഴിക്ക് പറയാം. നമ്മൾ മാത്രമല്ല, പിന്നെ ഇക്കാടെ ഫ്രണ്ട്സ് ഒരു ഫാമിലിയൊക്കെ ഉണ്ട്. അതിലങ്ങനെ കണ്ടില്ലേ. അപ്പോൾ നമ്മൾ തിരക്ക് പിടിച്ചിട്ട് ഇറങ്ങാൻ നിൽക്കുന്ന സമയം. അപ്പോൾ ജസ്റ്റ് വേഗം ഇൻട്രോ എടുത്തിട്ട് പോയി വിചാരിച്ചു. അപ്പോൾ നമുക്ക് അവിടെ എത്തിയിട്ട് പോണ വഴിക്ക് ബാക്കി കൂടെ ഉള്ളവരെയൊക്കെ കാണിച്ചു തരാം. അപ്പോൾ ഓക്കെ, ബൈ. അങ്ങനെ നമ്മൾ 3 പേരും കൂടി ഇതാ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ കുറച്ച് ദൂരം ഉണ്ട് ഇവിടെ നിന്ന് അവരുടെ വീട്ടിലേക്ക്. അപ്പോൾ അവിടെ ചെന്ന് അവരൊക്കെ പിക്ക് ചെയ്ത് നമ്മളിതാ പോവാണ്. ഇപ്പോൾ ടൗണിലെത്തിയിട്ടുണ്ട് കേട്ടോ. ടൗണിലെത്തിയിട്ട് പിന്നെ ജസ്റ്റ് പുലർച്ചെ നേരമല്ലേ, അപ്പോൾ ഒരു കോഫി കുടിക്കാമെന്ന് പറഞ്ഞിട്ട് എല്ലാവരും കൂടി ഇതാ കോഫിയൊക്കെ കുടിക്കുകയാണ്. അതൊക്കെ കഴിഞ്ഞ് പിന്നെ നമ്മളിതാ ട്രിപ്പ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. അപ്പോൾ കുറച്ച് ദൂരം കൂടെ എത്തിയപ്പോൾ പിന്നെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് നിർത്തി. അപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കുകയാണ്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കേണ്ട സമയമായിരുന്നു കേട്ടോ. അപ്പോൾ അതാ നമ്മൾ എല്ലാവരും കൂടി ഇരുന്ന് കഴിക്കുകയാണ്. അപ്പം ഇതിലതിന് ഇഡ്ഡലി മതി എന്ന് പറഞ്ഞിട്ട് ഇഡ്ഡലി മേടിച്ചത്, ഞാൻ മസാല ദോശ, ഇക്ക പൂരി. അപ്പോൾ അങ്ങനെ കഴിക്കായിരുന്നു. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് പിന്നെ നമ്മൾ അവിടെ നിന്ന് പിന്നെയും നമ്മൾ പോവാണ് കേട്ടോ ഊട്ടിക്ക്. അപ്പോൾ കുറേ ദൂരത്തെ യാത്രയ്ക്ക് ശേഷം അങ്ങനെ നമ്മൾ ഊട്ടിയിൽ എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഗൈസ്, നമ്മളങ്ങനെ ഇതാ ഊട്ടിയിലെത്തിയിരിക്കുകയാണ്. ഇനി നമ്മളിതാ നമ്മുടെ റൂമിൽ പോകാനില്ല, എല്ലാവരും ഉണ്ട്. ഇപ്പോൾ നമ്മൾ നേരെ പോകുന്നത് നമ്മൾ സ്റ്റേ ചെയ്യാൻ പോകുന്ന സ്ഥലത്തേക്കാണ് കേട്ടോ. അപ്പോൾ അവിടെ ചെന്ന് ഫ്രഷ് ആയിട്ട് പിന്നെ നമുക്ക് പുറത്തേക്ക് സ്ഥലങ്ങൾ കാണാൻ ഇറങ്ങാം. ആ ഒരു പ്ലാനിലാണ് കേട്ടോ പോണത്. നമ്മൾ ഊട്ടിയിലെത്തിയിരിക്കുകയാണ്. നമ്മുടെ സ്റ്റേ ഉള്ള സ്ഥലത്ത് നമ്മൾ പോയിട്ടുണ്ട്. അവിടെ ബീച്ചുണ്ട്. അങ്ങനെ നമ്മളിതാ സ്റ്റേ ഉള്ള സ്ഥലത്തേക്ക് എത്തിയിട്ട് നമ്മൾ ഹോം സ്റ്റേ ആണ് കേട്ടോ നോക്കിയത്. അപ്പോൾ അവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അവിടെ എത്തി ചെക്ക് ഇൻ ചെയ്യാണ്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നോക്കി നമ്മൾ സെറ്റാക്കുകയാണ് കേട്ടോ. ഹായ് ഗൈസ്, അപ്പോൾ നമ്മളിതാ നമ്മുടെ സ്റ്റേ ഉള്ള കോട്ടേജിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ അവിടെ എത്തി നമ്മൾ ഫ്രഷായി ഇതാ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തു. ഇനി ഞാൻ കോട്ടേജ് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇതാ ഇങ്ങനെയാണ് കേട്ടോ വരുന്നത്, ഒരു വീട് പോലെ. ഇതാണ് കേട്ടോ നമ്മുടെ കോട്ടേജിൻ്റെ ഫ്രണ്ട് വ്യൂ വരുന്നത്. ഇനി നമുക്ക് ഉള്ളിലേക്ക് പോവാം. ഇതാ ഇങ്ങനെയാണ് കേട്ടോ എൻട്രൻസ് വരുന്നത്. കടുവക്കുട്ടനുണ്ട്. ഇതാ ഇവിടെ ഒരു റൂമൊക്കെ ഞങ്ങൾ വന്ന് അലങ്കോലാക്കിയിട്ട് കണ്ടിട്ട് ഗൈസ്. ഇതാ ഇവിടെ ഡൈനിങ് ഏരിയ, പിന്നെ ഇവിടെ കിച്ചൺ ഉണ്ട്, ഇവിടെ ഒരു റൂമുണ്ട്. അങ്ങനെ ഇവിടെ ഒരു റൂമുണ്ട് ഗൈസ്. അപ്പോൾ നമ്മളിതാ എല്ലാവരും സെറ്റായി ഇതാ പുറത്തേക്ക് ഇറങ്ങാണ്ട് ഗൈസ്. ഒന്നും കൂടി പറഞ്ഞോളൂ. അപ്പൊ ഗൈസ്, നമ്മളിതാ പുറത്തേക്ക് കറങ്ങാൻ വേണ്ടി ഇറങ്ങിയേക്കാണ്. നമ്മളിതാ ഊട്ടിയിലെത്തിയിട്ട് നമ്മളിതാ നമ്മളെ കറങ്ങാൻ വേണ്ടി ഇറങ്ങിയേക്കാണ് ഗൈസ്. നമുക്കറിയില്ല, വലിയ ഐഡിയ ഒന്നുമില്ല. നമ്മള് പോണ വഴിക്ക് എന്തൊക്കെയോ കാണാൻ അതൊക്കെ കാണിച്ചു തരാം. അതായത് പ്രീ പ്ലാൻ ചെയ്തിട്ടില്ല, പെട്ടെന്ന് പ്ലാൻ ചെയ്ത ട്രിപ്പാ. അതുകൊണ്ട് എന്തൊക്കെ കാണാൻ അറിയില്ല, കാണാനൊക്കെ കാണിച്ചു തരാം. വായു ഊട്ടിയിൽ ഇതാ സെക്ടർ തലയിൽ കൂടെ ഇട്ടിട്ട് നടക്കുന്നത് വെയിൽ കാരണം.
അപ്പോൾ നമ്മൾ ആദ്യം പോണത് ഫുഡ് കഴിക്കാനാണ് കേട്ടോ. അപ്പോൾ ഇവിടെ നമ്മൾ വരണ വഴിക്ക് ഒരു ബോർഡ് കണ്ടിട്ടുണ്ടായിരുന്നു, തലശ്ശേരി ബിരിയാണി എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അവിടേക്ക് പോയൊക്കെ വെച്ചിട്ട് നമ്മൾ പോകാനുണ്ട് ഗൈസ്. നല്ല വെയിലുണ്ട് ഊട്ടിയിൽ. തലശ്ശേരി തക്കാരം ഇവിടെയാണ് ഫുഡ് കഴിക്കാൻ നമ്മൾ കയറുന്നത് കേട്ടോ ഗൈസ്. നോക്കാം. ഗൈസ്, അപ്പോൾ നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഇനി നമ്മൾ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിയിട്ടുണ്ടല്ലോ. ഇവിടുന്ന് ട്രെയിനിൽ കുറച്ച് സ്പോട്ടുകൾ കാണാൻ വേണ്ടി പോവാണ്. അപ്പോൾ ഇവിടെ നിന്ന് ഒരു ടോയ് ട്രെയിൻ ഉണ്ട് കേട്ടോ. അപ്പോൾ അതിൽ പോകാൻ വേണ്ടിയിട്ടുള്ള ടിക്കറ്റ് എടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ ഉള്ളിൽ പോണത്. ഇതാണ് ഗൈസ് നമ്മുടെ ട്രെയിൻ. പക്ഷേ 4 മണി കഴിഞ്ഞിട്ട് ടിക്കറ്റ് എടുക്കാൻ പറ്റുള്ളൂ. നമ്മൾ ടിക്കറ്റ് എടുക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യാണ് ഗൈസ്. അങ്ങനെ അറ്റ് ലാസ്റ്റ് നമുക്ക് ടിക്കറ്റ് കിട്ടിയിരിക്കുകയാണ് ഗൈസ്. നമ്മൾക്ക് ടോയ് ട്രെയിനിൽ പോകാനുള്ള ടിക്കറ്റ് ഇതാണ് ഗൈസ്. നമ്മുടെ ടിക്കറ്റ് നമ്മൾ 3 മണി മുതൽ 5 മണി വരെ ഇരുന്നിട്ട് നമുക്ക് കിട്ടിയ ടിക്കറ്റാണിത്. അപ്പോൾ ഗൈസ്, നമ്മൾ കുറേ സമയത്ത് വെയിറ്റിംഗിന് ശേഷം നമ്മുടെ ടോയ് ട്രെയിൻ വന്നത് കേട്ടോ. ഇതിലാണ് പോണത്. കൂടൂർ എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് പോണത്. അപ്പോൾ എനിക്ക് വലിയ ഐഡിയ ഒന്നും ഇല്ല. അപ്പോൾ കുറേ നേരം നമ്മൾ വെയിറ്റ് ചെയ്യണം. 3 മണിക്ക് മറ്റും വെയിറ്റ് ചെയ്യണത്. 5 മണിക്ക് ടിക്കറ്റ് കൊടുക്കുള്ള പറഞ്ഞിട്ട് പോകാറായിട്ട് അതിൽ കയറിയിട്ട് അതിലിങ്ങനെ പോകുമ്പോൾ ബാക്കി ശേഷം വന്നെ. ഇവരൊക്കെ ആദ്യമായിട്ട് വരാറ്. ഞാൻ ഇതിന് മുന്നിൽ പോയതാണ്. കുറേ വട്ടം പോയ കാര്യമല്ല ഇത്ര തിമിര്. ഇതിൽ പോയിട്ടോ? ട്രെയിനിൽ പോയിട്ടോ നിങ്ങൾ? പോയിട്ടാ? ഇതിലേത് കൂടെയൊക്കെ പോവാ പറഞ്ഞായോ? എന്നിട്ട് പറ മോനെ, പറ ഏതി കൂടെയൊക്കെ പോവാ പറ. അങ്ങനെയല്ല, ഇത് എങ്ങനെയൊക്കെ പോവാ? ഏതി കൂടെയൊക്കെ പോവാ അറിയോ? അയ്യടേ, കണ്ട ഗൈസ്, ട്രെയിനിൽ ഞെട്ടി പിടിച്ചൊക്കെ ആൾക്കാർ ഫോട്ടോ എടുക്കാണ് ഗൈസ്. പറ, എങ്ങനെ ഉണ്ടായിരുന്നു ട്രിപ്പ്? നല്ല തണുപ്പില്ലേ? പിന്നെ വാപ്പിച്ചി എന്ത് സെക്ടറൊക്കെ ഇട്ട് അടക്കുന്നത് തണുക്കാണ്ട? എന്താണ് തണുക്കണേല് മുന്നിട്ടതാ? നല്ല വെയിലാട്ടെ കേസോടെ. ഇനി നമുക്ക് ട്രെയിനിൽ കയറിയിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ. നമ്മുടെ കൂടെ നമ്മളോട് വന്ന് വരുന്ന ആൾക്കാർ അടുത്ത ആള് നമ്മൾ ട്രെയിൻ വരുന്ന സമയം കൊണ്ട് ഷോപ്പിങ്ങിന് വന്നിരിക്കുകയാണ് ഗൈസ്. എനിക്ക് മുന്നേ ഇവിടെ വന്നിട്ട് ചായ കുടിച്ചിട്ടുള്ള കട തിരയാണ് കേട്ടോ ഗൈസ്. അവിടുത്തെ കോഫി എന്തോ നല്ലതാന്നൊക്കെ പറഞ്ഞിട്ട്. അല്ല എനിക്കാ എന്താണ് അവിടുത്തെ ചായ നല്ലതാ? അതാ തിരയണേ? അറിയണ ആളുടെയാ? ഫ്രണ്ടാ? കൂട്ടുകാരനാ? അയ്യോ സോറി ഗൈസ്, ആ കട അടച്ചിരിക്കുകയാണ്. എന്താ ആഷിഫ. അപ്പൊ നമുക്ക് വേറെ കട തരാം ഗൈസ്. അവിടുത്തെ വെറൈറ്റി ചോക്ലേറ്റുകൾ കണ്ട ഗൈസ്. ഇത് നല്ല ഭംഗിയുണ്ടോ? ഇതെല്ലാവർക്കും സെക്ടർ മേടിക്കാൻ കയറിയൊക്കെയുണ്ട് ഗൈസ്. അതൂരി അത് കവറിലിട്ടു. എല്ലാരും പുതിയ സെക്ടർ ഇട്ടിട്ടാണ്ടോ ട്രെയിനിൽ കയറാൻ പോണത്.
ട്രെയിനിൽ കയറാൻ വേണ്ടിയിട്ടുള്ള തിരക്കാണ് കേട്ടോ ഇത്. അപ്പോൾ എല്ലാവരും ടിക്കറ്റൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ സീറ്റ് നമ്പറും എല്ലാം ഉണ്ട്. പക്ഷെ പെട്ടെന്ന് കയറിയിട്ട് വിൻഡോ സീറ്റ് പിടിക്കാനുള്ള ഒരു തിരക്കാണ് കാണുന്നത്. അപ്പോൾ വന്ന ട്രെയിനിലത്തെ ആൾക്കാർ ഇറങ്ങുകയാണ്. അതിന് ശേഷമാണ് കേട്ടോ ഇനി നമ്മളെ കയറ്റുക. എല്ലാവരും ഓടി കയറുന്ന ഒരു കാര്യം പറയാറുണ്ട് കേട്ടോ. നിങ്ങൾ ഈ വണ്ടിക്ക് ശ്രദ്ധിക്കേണ്ടത് ഇതിന് ക്രോസ് ബാർ ഇല്ല. നിങ്ങൾ സെൽഫി എടുക്കുമ്പോൾ മാക്സിമം ബോഡി പുറത്തിട്ട് സെൽഫി എടുക്കാണ്ടിരിക്കുക. കാരണം ഈ പല കൊമ്പുകളും മരത്തിന് പൊട്ടി കിടക്കേണ്ട തിരക്കടിക്കുന്നത്. ഓക്കെ, അപ്പോൾ എല്ലാവരും ടൂറിന് വന്നാണ്. നല്ല സേഫ് ആയിട്ട് പോവാ. നല്ല രീതിയിൽ സീറ്റ് നമ്പർ പുറകിലുണ്ടാവും നോക്കിയിരിക്കണം കേട്ടോ. ഇരുന്നോ അങ്ങനെ നമ്മൾ ട്രെയിൻ പോയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. അമ്മ അങ്ങനെ ട്രെയിനിൻ്റെ പുറത്തേക്ക് നല്ല അടിപൊളി വ്യൂ ആയിരുന്നു കേട്ടോ. മെല്ലെയാണ് കേട്ടോ ട്രെയിൻ പോയിരുന്നത്. കുറച്ച് സമയത്ത് പിന്നെ ഇത്തിരി സ്പീഡ് കൂടി അങ്ങനെ പോണത്. അപ്പോൾ ഈ ട്രെയിനിലെ ഇത് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെ കുറേ പേര് ഊട്ടിക്ക് വരും കേട്ടോ. ട്രെയിനിൽ കുറേ പേരുണ്ടായിരുന്നു കേട്ടോ. അപ്പം നല്ല രസമായിരുന്നു. പുറത്തിങ്ങനെ മൊത്തം ഓപ്പൺ ആയിട്ടുള്ള രീതിക്കായിരുന്നു. അപ്പോൾ നമുക്കിങ്ങനെ കാഴ്ചകളൊക്കെ കണ്ട് നല്ല അടിപൊളിയായിട്ടാണ് പോയിരുന്നത്. സെറ്റ് ഇറങ്ങി ഇതിലായി ഇറങ്ങി. അങ്ങനെ നമ്മൾ റെയിൽവേ സ്റ്റേഷൻ്റെ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ പിന്നെ അവിടെ കണ്ട കാഴ്ചയാണ് കേട്ടോ അത്. ഫ്രഷ് ആയിട്ട് പൊരിച്ചു കൊടുക്കൂട്ടോ. അതൊക്കെ എണ്ണയൊക്കെ ചൂടാക്കി ചിക്കന്. നമ്മുടെ നാട്ടിലൊന്നും ഇങ്ങനെ കാണാത്ത എനിക്ക് ഭയങ്കര അത്ഭുതത്തോടെ ഉണ്ട് ഞാൻ അതൊക്കെ നോക്കിയത്. പിന്നെ നമ്മളിതാ ഇങ്ങനെ ഫുള്ള് ഇവിടെ മാർക്കറ്റിലൊക്കെ നടക്കുമായിരുന്നു. വഴി തെറ്റിയിരിക്കുന്നു. മുല്ലപ്പൂ നോക്കി സൂപ്പർ. മുല്ലപ്പൂ മല്ലിപ്പൂ. അങ്ങനെ നമ്മൾ തേടി വന്ന ബേക്കറി കണ്ടെത്തിയിരിക്കുകയാണ് ഗൈസ്. ക്രൗൺ ബേക്കറി. ഇവിടുത്തെ കേക്ക് അന്വേഷിച്ചിട്ടാണ് നമ്മൾ വന്നത്. ഭയങ്കര ഫേമസ് ആയിട്ടുള്ള കേക്കാന്നാണ് പറയണത്. അപ്പം നമുക്ക് കഴിച്ചു നോക്കാം, എന്നിട്ട് എങ്ങനെയുണ്ടെന്ന് പറയാം. അയ്യോ കഴിഞ്ഞ ഹണി കേക്ക് കിട്ടാത്തതിൻ്റെ വിഷമം ചോളം നിന്ന് തീർക്കുന്നു. ഹാ ഹാ ഹാ. ഇത് വേറെ ഷോപ്പിത്തെ കേട്ടോ ഗൈസ്. ഇതാണ് ഹണി കേക്ക് അല്ലേ? നീ കഴിച്ചോക്ക്. ആണോ? ഇനിയിപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് വന്നേക്കാണ് കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ പോണ വഴിക്കാണ് ഇങ്ങനെ ഈ തട്ടുകട പോലെ കണ്ടത്. അപ്പോൾ ഇവിടുന്ന് ഫുഡ് കഴിക്കാൻ വിചാരിച്ചിട്ട് അവിടെ കുറേ ഉണ്ട് കേട്ടോ. ഇങ്ങനെ അടക്കി വെച്ച പോലെ ചുറ്റി കുറേ ഇങ്ങനെ തട്ടുകടകളുണ്ട്. അപ്പോൾ നമ്മളിവിടെ എന്താ ചപ്പാത്തി, പൊറോട്ട, നൂഡിൽസ് അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ ഓരോന്നായിട്ട് ഇങ്ങനെ മേടിച്ച് ട്രൈ ചെയ്തൊക്കെ ഉണ്ടോ.
എങ്ങനെയുണ്ട്? അങ്ങനെ എല്ലാവരും അവിടുന്ന് ഫുഡൊക്കെ കഴിച്ച് പിന്നെ നമ്മൾ കോഫി കുടിക്കാൻ വേണ്ടി വന്നതാണ് കേട്ടോ. അപ്പോൾ രാവിലെ നമ്മൾ നോക്കിയപ്പോൾ അടച്ചിട്ടുണ്ടായിരുന്ന ആ കോഫി കടയിൽ അവിടേക്കാണ് വന്നത്. അപ്പോൾ അത് വൈകിട്ടായപ്പോൾ തന്നെ അത് ഓപ്പൺ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടുന്ന് കോഫിയൊക്കെ കുടിച്ച് പിന്നെ നമ്മൾ നമ്മുടെ റൂമിലേക്ക് പോകാൻ കേട്ടോ. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ അടുത്ത ദിവസത്തെ വിശേഷങ്ങളായിട്ട് അടുത്ത വീഡിയോ ആയിട്ട് വരാം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടമായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ ഓക്കെ, ബൈ.